രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് സുപ്രധാനമായ ഒരു വാർത്ത വന്നിരിക്കുന്നു. നിങ്ങളിൽ എത്ര പേർ അത് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലുകളിൽ നിന്ന് അത് കേട്ടു എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒന്നാം പരാതിക്കാരി, രണ്ടാം പരാതിക്കാരി, മൂന്നാം പരാതിക്കാരി, 3 വ്യാജ കള്ള പരാതിക്കാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നൽകിയ ഈ പരാതികളെ സംബന്ധിച്ച് നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ, പരമ്പരാഗത TV ചാനലുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുൻപന്തിയിൽ റിപ്പോർട്ടർ TV ആയിരുന്നു. റിപ്പോർട്ടർ TV 24 മണിക്കൂറും രാഹുലിന്റെ ലൈംഗിക വൈകൃതങ്ങളെ കുറിച്ച്, രാഹുലിന്റെ സ്ത്രീ പീഡന വൈദഗ്ധ്യങ്ങളെ കുറിച്ച്, ഗർഭ ഛിദ്ര ശ്രമങ്ങളെ കുറിച്ച്, പെൺവേട്ടകളെ കുറിച്ച് ഒക്കെ അങ്ങനെ നെടുങ്കൻ പ്രഭാഷണങ്ങള്, നെടുങ്കൻ ചർച്ചകള്, നിരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. റിപ്പോർട്ടർ TV, കൈരളി TV, ആരും മോശക്കാരല്ല. ഏഷ്യാനെറ്റ് പോലും എല്ലാവരും മത്സരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പച്ച മാംസം കൊത്തി വലിക്കുകയായിരുന്നു അല്ലെ. ഉളുപ്പുണ്ടോ മാധ്യമ പ്രവർത്തകർ? വെറുതെ നിങ്ങളെ മാപ്പറകളെ എന്ന് വിളിക്കുന്നത്. ഇന്ന് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു വിവരമാണ് ഇന്ന് പുറത്തു വന്നത്. ഒരു ചാനലും ഇത് സംബന്ധിച്ച് ഒരു വാർത്തയും കൊടുത്തതായി ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല കേട്ടോ. അതായത് രണ്ടാം പരാതിക്കാരി ആരാണ്? രണ്ടാമത്തെ പരാതിക്കാരി. ഈ രണ്ടാമത്തെ പരാതിക്കാരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ പരാതിക്കാരി പരാതി അയച്ചത് ആർക്കാണെന്നറിയോ? നമ്മുടെ സണ്ണി ജോസഫിന്, KPCC പ്രസിഡന്റിനാണ് ഈ പരാതി അയച്ചത്. പിന്നെ സോണിയാഗാന്ധിക്ക് അയച്ചിട്ടുണ്ട്, AICCയിലെ ആർക്കൊക്കെയോ അയച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ രണ്ടാം പരാതിക്കാരിയുടെ പിന്നിൽ പ്രവർത്തിച്ചത് CPMലെ ഗൂഢാലോചനക്കാരല്ല കേട്ടോ. യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ കോൺഗ്രസിനുള്ളിലുള്ള അടുത്ത മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ട് കുപ്പായമൊക്കെ തയ്ച്ചു വെച്ചിരിക്കുന്ന ചിലരൊക്കെ ആണ് എന്നുള്ളത് വളരെ 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 സ്പഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ പരാതിക്കാരി യഥാർത്ഥത്തിൽ രാഹുലിനെതിരെ വന്ന ഒന്നാം പരാതിക്കാരി, രണ്ടാം പരാതിക്കാരി, മൂന്നാം പരാതിക്കാരി, ഇത് പരസ്പരം നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. എങ്കിലും നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ 3 പരാതികളിലും കഴമ്പില്ല. 3 പരാതികളിലും രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനല്ല. ഇത് ഒരു ബലാത്സംഗമല്ല. ഈ 3 പരാതിക്കാരികളെയും സംബന്ധിച്ച് വ്യത്യസ്ത കോടതികൾ നടത്തിയ നിരീക്ഷണം അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ട് രാഹുലിന് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ട് ഈ 3 കോടതികളും, ഹൈക്കോടതി ഉൾപ്പെടെ പറഞ്ഞത് രാഹുൽ ഈ 3 സ്ത്രീകളെയും ബലാത്സംഗം ചെയ്തിട്ടില്ല. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണ്, ഫിസിക്കൽ റിലേഷനാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത് എന്ന് ഈ കോടതികളൊക്കെ പറഞ്ഞു. മാത്രമല്ല, ഒരു തരത്തിലുള്ള സാമ്പത്തിക ചൂഷണവും നടന്നിട്ടില്ല, നിർബന്ധിത ഗർഭഛിദ്രം നടന്നിട്ടില്ല. ഇതൊക്കെ പറയുന്നത് നമ്മുടെ കോടതികളാണ്. കോടതികൾ ഇതൊക്കെ പറഞ്ഞിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്ത് കാര്യത്തിനും എന്ത് ചർച്ചയുണ്ടായാലും കൈരളി TVയും റിപ്പോർട്ടർ TVയും അപ്പം പറയാ, രാഹുൽ മാങ്കൂട്ടം. അല്ല മാപ്രകളെ, രാഹുൽ മാങ്കൂട്ടത്തൊന്നും ചെയ്തിട്ടില്ല എന്ന് കോടതി പറഞ്ഞില്ലേ? കോടതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ പറയും ലൈംഗിക വൈകൃതക്കാരൻ. ആരാ പറയുന്നറിയോ? ഈ ഗണേഷ് കുമാറിനെ പുകഴ്ത്തുന്നവർ, മുഖ്യമന്ത്രിയുടെ സ്വന്തം മരുമകൻ മുഹമ്മദ് റിയാസിനെ പുകഴ്ത്തുന്നവർ, ഇവരൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ സ്ത്രീ പീഡകൻ എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ സ്ത്രീ പീഡകൻ എന്ന് പറയുകയാണെങ്കിൽ മുഹമ്മദ് റിയാസ് പിന്നെ ആരാ? മുഹമ്മദ് റിയാസിന്റെ ആദ്യ ഭാര്യ കുടുംബ കോടതിയിൽ നൽകിയ പരാതി, ആ പരാതി വെറും പരാതി ആയിരുന്നില്ല. കുടുംബ കോടതി അത് പരിഗണനക്കെടുക്കുകയും കേസാക്കുകയും ഒക്കെ ചെയ്തിട്ട് അവസാനം ഒരു ഒത്തുതീർപ്പിലെത്തുകയാണ് ചെയ്തത്. നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് പറഞ്ഞു. ആ നഷ്ടപരിഹാരത്തിന്റെ ഒരു ബേസിസിലാണ് കേസ് റദ്ദ് ചെയ്യപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ തന്നെ ഏറ്റവും വലിയ സ്ത്രീ പീഡകനാണ് എന്ന് കോടതികൾ പറഞ്ഞ സാഹചര്യം. ഗണേഷ് കുമാറിന്റെ കാര്യം നമുക്കറിയാം അല്ലെ. ഗണേഷ് കുമാറിന്റെ കാര്യം പിന്നെ എണ്ണി പറയുകയാണെങ്കിൽ എത്ര പേർ. പക്ഷെ ഇതൊന്നും നമ്മുടെ മാപ്രകൾക്ക് ഒരു പരിഗണനയല്ല. അതൊന്നും രാഹുൽ മാങ്കൂട്ടം ഈ രാഹുൽ മാങ്കൂട്ടം ഇന്ന് എനിക്ക് തോന്നുന്നത് ഈ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ഈ പൊട്ടലും ചീറ്റലും സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ കാണുമ്പോ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, പാലക്കാട്ടെ, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും മികച്ച MLA, ആ രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് കൂടി ഒരു കലാപത്തിനും ആ ചെറുപ്പക്കാർ നിന്നില്ലല്ലോ.
ഇപ്പോഴും കോൺഗ്രസിനെ പ്രതിരോധിക്കുന്നത്, കോൺഗ്രസിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിന് എതിരെ എന്തെങ്കിലും ഒരു ആരോപണം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നത്, അതിനെ കടന്നാക്രമിക്കുന്നത് എല്ലാം രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ യഥാർത്ഥ കോൺഗ്രസ്സുകാരനെ വി.ഡി. സതീശ ഇങ്ങോട്ട് കേൾക്ക്. ഇന്ന് കേരളത്തിലെ ഏറ്റവും സത്യസന്ധനായ, ഏറ്റവും ആദർശശാലിയായ കോൺഗ്രസ്സുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് രാഹുൽ മാങ്കൂട്ടമാണ് കേട്ടോ. തനിക്കൊക്കെ മുഖ്യമന്ത്രിയാവണല്ലേ? രാഹുൽ മാങ്കൂട്ടത്തെ പുറത്തു നിർത്തിയ നീ ഒരൊറ്റ ഒരുത്തനാണോ? ഇവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. നിന്റെ കൂടെ കാരണഭൂതത്തിന്റെ ടീമും അതിനുവേണ്ടി ശ്രമിച്ചു അല്ലേ? അവർക്കൊപ്പം കൂട്ടിക്കൊടുപ്പ് നടത്തിയിട്ടല്ലടോ താൻ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്തു നിർത്തിയത്. ആ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു കോടതി വിധി കൂടി ഇന്നുണ്ടായി. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് വന്നു. ആരും മിണ്ടുന്നില്ല. എന്താണെന്നറിയോ? രണ്ടാമത്തെ പരാതിക്കാരി എന്ന് പറയുന്ന ഏറ്റവും കള്ള പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രമല്ല, ഫെനി നൈനാനെതിരെയും അല്ലെ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയ സുഹൃത്തായ ഫെനി നൈനാനെതിരെയും ആ രണ്ടാം പരാതിക്കാരി ആരോപണം ഉന്നയിക്കുകയുണ്ടായി. ബാംഗ്ലൂർക്കാരിയാണെന്ന് തോന്നുന്നു. ബാംഗ്ലൂർക്കാരിയായ ഈ രണ്ടാം പരാതിക്കാരി അവരെന്താ പറയുന്നത് വെച്ചാല്, രാഹുൽ മാങ്കൂട്ടം നിരന്തരം അവരെ കല്യാണം കഴിക്കാൻ വേണ്ടി, ഈ ലോകത്ത് വേറെ പെൺകുട്ടികളില്ലല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിന് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് താൻ ഇന്നേ വരെ പരിചയമില്ലാത്ത, തനിക്കറിയാത്ത ഏതോ ഒരു ബാംഗ്ലൂർക്കാരി, ചാറ്റ് ചെയ്ത ബാംഗ്ലൂർക്കാരിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചത്രേ. അവസാനം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ അന്വേഷിച്ചത്രേ. അപ്പം പറഞ്ഞ് രാഷ്ട്രീയ ഭാവിയുള്ള ചെറുപ്പക്കാരനാണ്, മോളെ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടം വിളിച്ചു വരുത്തുന്നു. അവസാനം ഇവര് ഏതൊരു ഹോം സ്റ്റേയിലേക്ക് ഈ രണ്ടാം പരാതിക്കാരിയെ, ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഈ രണ്ടാം പരാതിക്കാരിയെ ഫെനി നൈനാൻ കാറിൽ രാഹുൽ മാങ്കൂട്ടത്തെയും ഈ പരാതിക്കാരെയും കൂട്ടിക്കൊണ്ട് ഒരു ഹോം സ്റ്റേയിൽ പോയി. ഇവരാദ്യം തന്നെ പറഞ്ഞത് ഒരു ഹോട്ടലിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. ഹോട്ടലിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് അറിയോ? ഹോട്ടലിന്റെ പേര് പറയേണ്ടി വരും. കേസൊക്കെ വരുമ്പോൾ, വിചാരണയൊക്കെ വരുമ്പോൾ ഏത് ഹോട്ടലിലേക്ക് എപ്പോൾ എന്ന് കൊണ്ടുപോയി എന്ന് പറയേണ്ടി വരും. അതിന് പകരം എന്താ പറയുക? ഹോം സ്റ്റേക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ലല്ലോ. ഏതോ ഒരു ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ കള്ളത്തരം പറയാൻ വേണ്ടിയിട്ട് ഹോട്ടൽ എന്നുള്ളത് മാറ്റി ഹോം സ്റ്റേ ആക്കി എന്ന് പറഞ്ഞാൽ ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. ഫെനി നൈനാൻ പറയുന്നു ഇങ്ങനെ ഒരു സ്ത്രീ തന്നെ ഇല്ല. എന്ത് സ്ത്രീ? ഞാൻ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. മറ്റൊന്ന്, ഫെനി നൈനാൻ പറയുന്നത് പോലീസ് അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട്, രാഹുൽ മാങ്കൂട്ടത്തിന് ഈ സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനാണ് കാറിൽ കൊണ്ടുപോയത് എന്ന് ഈ സ്ത്രീ പറയുകയാണെങ്കിൽ പോലീസ് ഇതേവരെ എന്റെ പേരിൽ കേസ് ചാർജ് ചെയ്തിട്ടില്ലല്ലോ, എന്നെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീ പറയുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഇതിനുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യണ്ടേ? ഞാനല്ലേ ഈ സ്ത്രീയെ ഈ രീതിയിലുള്ള ഹോം സ്റ്റേയിൽ കൊണ്ടുപോയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു സ്ത്രീയെ ഞാൻ കൊണ്ടുപോയിട്ടില്ല. ഈ സ്ത്രീയും രാഹുൽ മാങ്കൂട്ടവും ഒരുമിച്ച് ഞങ്ങൾ യാത്ര ചെയ്തിട്ടില്ല എന്ന് ഫെനി നൈനാൻ പറയുന്നു. ഇതൊക്കെ പഴയ കഥ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് രണ്ടാം പരാതിക്കാരി ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ മുൻകൂർ ജാമ്യം എന്ത് ചെയ്യണം? റദ്ദ് ചെയ്യണം. കാരണം എന്താണെന്നറിയോ? രാഹുല് ഈ രണ്ടാം പരാതിക്കാരിയെ വാട്സപ്പിൽ വിളിക്കാൻ ശ്രമിച്ചിട്ടില്ല, വിളിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വാട്സപ്പ് കോൾ ഈ രണ്ടാം പരാതിക്കാരിക്ക് വന്നത്രേ. അതാണ് ഇവർക്ക് ഹാജരാക്കിയ തെളിവ്. ആ ഒരു തെളിവുമായിട്ടാണ് വന്നത്. അതായത് രണ്ടാം പരാതിക്കാരിയുടെ ഫോണിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോണിൽ നിന്ന് ഒരു വാട്സപ്പ് കോൾ വന്നു. പരാതിക്കാരി എടുത്തില്ല. പക്ഷേ ഇവർ ചൂണ്ടിക്കാട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, രണ്ടാം പരാതിക്കാരിയെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടം ശ്രമിച്ചു. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം എന്ത് ചെയ്യണം? റദ്ദ് ചെയ്യണം. അല്ലേ? കേട്ടാ നമ്മൾ ചിരിച്ചു പോകും. രാഹുൽ മാങ്കൂട്ടം ഈ രണ്ടാം പരാതിക്കാരിയെ കണ്ടിട്ടില്ലാന്നേ, അവരുമായി സംസാരിച്ചിട്ടില്ലാന്നേ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോണിൽ നിന്ന് അവരുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു, ഒരു വാട്സപ്പ് കോൾ വരുന്നു. അവരത് എടുത്തതുമില്ല. ഒരു മിസ് കോൾ അതിൽ കിടക്കുന്നു, ഒരു വാട്സപ്പിൽ ഒരു മിസ് കോൾ കിടക്കുന്നു. അത്രയുള്ള പ്രശ്നം. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എന്ത് ചെയ്യണം? മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതിയെ സമീപിച്ചത്. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. കോടതി അക്കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിച്ചു. അവസാനം ഇന്ന് കോടതി വിധി പറഞ്ഞിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം അങ്ങനെ റദ്ദ് ചെയ്യാനൊന്നും പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം അങ്ങനെ റദ്ദ് ചെയ്യാൻ പറ്റില്ലെന്നേ കോടതി പറഞ്ഞു. എന്തേ? മാപ്രകൾക്ക് ഇതൊന്നും വാർത്തയല്ലേ? നമ്മുടെ ട്രീ കട്ടർ ചാനൽ, മരമുറി ചാനൽ അറിഞ്ഞിട്ടില്ലേ? മരമുറി ചാനലിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ രാഹുൽ മാങ്കൂട്ടം രണ്ടാം പരാതിക്കാരിയെ എന്ത് ചെയ്തു? സ്വാധീനിക്കാൻ ശ്രമിച്ചു. അങ്ങനെ വാർത്ത വന്നല്ലോ. രാഹുൽ മാങ്കൂട്ടൻ രണ്ടാം പരാതിക്കാരിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ട് വിളിച്ചു. ഒരു കോള് വന്നു.
കോടതി പരിശോധിച്ചപ്പോൾ എന്താ വാസ്തവം മനസ്സിലായത്? രണ്ടാം പരാതിക്കാരിയുടെ അമ്മ നിരന്തരം രാഹുലിന് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. ഈ കാലം അത്രയും രാഹുൽ മാങ്കൂട്ടം കാണിച്ചു കൊടുത്തു തന്റെ ഫോൺ. കാണ്. കോടതി നോക്കി, കോടതി അത്ഭുതപ്പെട്ടു പോയി. ഈ പറയുന്ന രണ്ടാം പരാതിക്കാരിയുടെ അമ്മ തുടർച്ചയായി രാഹുൽ മാങ്കൂട്ടത്തിന് മെസ്സേജുകൾ അയക്കുന്നു. രണ്ടാം പരാതിക്കാരി രാഹുലിന്റെ വ്യത്യസ്തങ്ങളായ പോസ്റ്റുകൾക്ക്, വ്യത്യസ്തങ്ങളായ സ്റ്റോറികൾക്ക് ഇവര് റെസ്പോണ്ട് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളൊന്നുമായിട്ടും രാഹുലിന് ഒരു തരത്തിലുള്ള ശത്രുതയോ വിദ്വേഷമോ ഉണ്ടായിരുന്നു. എല്ലാവർക്കും രാഹുലിന് ഇഷ്ടമായിരുന്നു. അവരുടെ ഒരേ പ്രശ്നം എന്തായിരുന്നു? രാഹുൽ തങ്ങളുടേത് മാത്രമാക്കണം. അതല്ല, രാഹുൽ മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട്. അതാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞത്. ഇവർക്കൊക്കെ അസൂയയും കണ്ണുകടിയായിരുന്നു. അത്രയുള്ള പ്രശ്നം. രാഹുൽ മാങ്കൂട്ടം മറ്റു സ്ത്രീകളുമായി ബന്ധപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതല്ല, എന്നാൽ അവന് കിടക്കട്ടെ, ഒരു അടി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്ത് ഇത്തരത്തിലുള്ള കേസുകളുമായി മുന്നോട്ട് പോയതാണ്. അതിന് ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് വി.ഡി. സതീശന്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോൺഗ്രസിലെ ഉന്നത നേതാക്കൾ, CPM-ലെ ഉന്നത നേതാക്കൾ, ഇവർക്കൊക്കെ ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോരയായിരുന്നു. കാരണം രാഷ്ട്രീയത്തിൽ ഉയരണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടം അവിടെ നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ മറികടക്കാൻ പറ്റില്ല. അവർക്ക് തോന്നിയതല്ല, അതല്ലേ സത്യം. രാഹുൽ ഇപ്പൊ കാണുന്നില്ലേ നിങ്ങൾ? യൂത്ത് കോൺഗ്രസിന്റെ ഒരു തീപ്പൊരി നേതാവായിരുന്നില്ലേ രാഹുൽ മാങ്കൂട്ടം? തിരമാലകളെ പോലെ ആർത്തലിച്ചു വരുന്നുകൊണ്ട് പിണറായി വിജയനെ മുഖത്ത് നോക്കിയോ പിണറായി വിജയ എന്ന് വിളിക്കാൻ തന്റെ ഇടം കാണിച്ച അത്തരത്തിൽപ്പെട്ട ഒരു നേതാവ് ഇന്ന് യൂത്ത് കോൺഗ്രസിനുണ്ടോ? എവിടെ പോയി യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ? ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടമാണ് കോൺഗ്രസിൽ നിന്ന് നിങ്ങൾ പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടമാണ് ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം സുധാകരേട്ടനോട് വളരെ സ്നേഹപൂർവ്വം, സുധാകരേട്ട, നിങ്ങളോട് ഞങ്ങൾക്ക് അദമ്യമായ സ്നേഹമാണുള്ളത്, നിങ്ങൾ ഞങ്ങളെ സങ്കടപ്പെടുത്തല്ലേ എന്ന് ഏറ്റവും മാന്യമായി പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം. ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കേസ് സംബന്ധിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിലെ ഫെനി നൈനാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? അത് ഇങ്ങനെയാണ്: ഇന്നത്തെ ദിവസം പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയാണ്. അങ്ങനെയാണ് ഫെനി നൈനാന്റെ പോസ്റ്റ് ഇട്ടോ. ഇന്നത്തെ ദിവസം പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയാണ്. അയാൾ കാണിച്ച അച്ചടക്കം ചുരുങ്ങിയത് 2 സീറ്റിലെങ്കിലും കോൺഗ്രസിന് ഗുണമാകുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം കാണിച്ച അച്ചടക്കം 2 സീറ്റിലെങ്കിലും കോൺഗ്രസിന് ഗുണകരമായി മാറുന്നുണ്ട് എന്നാണ് ഫെനി നൈനാൻ പറയുന്നത്. അതിനെപ്പറ്റി വേറെ ഒരവസരത്തിൽ പറയാം. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഫെനി നൈനാൻ പറയുന്നില്ല കേട്ടോ. കേസിനെ പറ്റി തന്നെ പറയാം. രാവിലെ വാർത്തകൾ ഉണ്ടായിരുന്നു രാഹുലിന് നിർണായകമെന്ന്. അതെ, രാവിലെ ഈ കേസിന്റെ വിധി വരുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന മാപ്രകള് ഇന്ന് രാഹുലിന് നിർണായക ദിനം, നമ്മൾ കുറെ ആയില്ലേ കേൾക്കാൻ തുടങ്ങിയിട്ട്. രാഹുലിന് നിർണായക ദിനം പിന്നെ കേട്ടാ വിചാരിക്കും രാഹുലിന് ഇപ്പം തൂക്കിലേറ്റും, രാഹുലിനെ ഇപ്പോ തൂക്കിലേറ്റും എന്നുള്ള രീതിയിലാണ് രാഹുലിന് നിർണായക ദിനം. എന്ത് നിർണായക ദിനം? മണ്ണാങ്കട്ട ഇത് രാഹുലിനും പറഞ്ഞു രാഹുലിന് നിർണായക ദിനം. അവസാനം വിധി വന്നപ്പോഴോ ആർക്കും മിണ്ടാട്ടല്ല, എല്ലാവരുടെയും വായിൽ പഴമാണ്. എല്ലാ ചാനലുകാരുടെയും വായിൽ പഴമാണ്. എടോ മാപ്രകളെ എന്ന് പറയടോ, രാഹുൽ മാങ്കൂട്ടത്തെ കോടതി ഇതാ വെറുതെ വിട്ടിരിക്കുന്നു, ജാമ്യം റദ്ദ് ചെയ്തിട്ടില്ല. രാഹുലിന് ഇപ്പോഴും മുൻകൂർ ജാമ്യമുണ്ട്. രാഹുൽ ആ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല, സ്വാധീനിച്ചിട്ടില്ല. പകരം അവിടുന്ന് ഇങ്ങോട്ടേക്കാണ് രാഹുലിനെ വീണ്ടും കൊളുത്ത്, വല അല്ലെങ്കിൽ ചൂണ്ട ഇങ്ങോട്ടേക്കാണ്. അതാണ് കോടതിക്ക് ബോധ്യമായത് കേട്ടോ. മിണ്ടുന്നില്ലാരും. അതാണ് ഫെനി നൈനാൻ പറയുന്നത്. രാവിലെ വാർത്തകൾ ഉണ്ടായിരുന്നു രാഹുലിൽ നിന്ന് നിർണായകം എന്ന്. കുറേയായി ഈ തലക്കെട്ട് ശീലമായിട്ടുണ്ട്. ഇന്നത്തെ വിശേഷം: രാഹുൽ MLA രണ്ടാമത്തെ കേസിലെ പരാതിക്കാരിയെ ഫോൺ വിളിക്കാൻ ശ്രമിച്ചു. അത് അവരെ ഭീഷണിപ്പെടുത്താൻ ആയിരിക്കാം എന്നാണ് പരാതി. അതാണ് ഭീഷണിപ്പെടുത്താൻ ആയിരിക്കാം വിളിച്ചത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ജാമ്യം റദ്ദാക്കണം. അവരെ ഭീഷണിപ്പെടുത്താനായിരിക്കാം, അതുകൊണ്ട് ജാമ്യം റദ്ദാക്കണമെന്ന് SIT കൊടുത്ത പരാതിയിൽ വിധി പറയുന്ന ദിവസമായിരുന്നു. കോടതി വിധി വന്ന ശേഷം കാര്യമായ വാർത്തകളില്ല. എന്താണ് കാരണം? രാഹുൽ MLA-യുടെ ജാമ്യം റദ്ദ് ചെയ്യാൻ പറ്റില്ല എന്ന് കോടതി വിധിച്ചു. എന്തുകൊണ്ടാണ് കോടതി അങ്ങനെ വിധിച്ചത്? രാഹുൽ MLA കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ ഈ പരാതിക്കാരിയുടെ അമ്മ തന്നെ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് മെസ്സേജുകൾ അയക്കുന്നു എന്നും പരാതിക്കാരിയും തന്റെ സ്റ്റോറികൾക്ക് പ്രതികരിക്കുന്നു എന്നുമാണ്. ഇത് കോടതിക്ക് ബോധ്യമായി. കോടതി നോക്കിയപ്പോ എന്താണ്? രാഹുലിന്റെ സ്റ്റോറികൾക്കൊക്കെ ഈ പരാതിക്കാരി ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പരാതിക്കാരിയുടെ അമ്മ തന്നെ രാഹുലിന് മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു. ആകെ സംഭവിച്ചെന്താണ്? രാഹുലിന്റെ ഫോണിൽ നിന്ന് ഒരു മിസ്ഡ് കോൾ അവിടെ കിടക്കുന്നു. ഇത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? ആരെയാണ് സ്വാധീനിക്കാൻ ശ്രമിച്ചതെന്ന് കോടതിക്ക് ബോധ്യമായി.
ഒരു ചെറുപ്പക്കാരനെ ഒരു സർക്കാരും ഒരു സംഘം മാധ്യമങ്ങളും ചേർന്ന്, ശ്രദ്ധിക്കണേ, ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഒരു ചെറുപ്പക്കാരനെ ഒരു സർക്കാരും ഒരു സംഘം മാധ്യമങ്ങളും ചേർന്ന് കഴിവേറ്റാൻ ശ്രമിച്ചതിന്റെ ഉദാഹരണമാണ് രാഹുൽ കേസ്. ശരിയല്ലേ? നാളത്തെ ചരിത്രം അങ്ങനെയാണ് രേഖപ്പെടുത്തുക. കേരളത്തിലെ ഏറ്റവും പ്രതീക്ഷയുള്ള ഏറ്റവും തീപ്പൊരി നേതാവ് എന്നൊക്കെ പറയുന്ന, കോൺഗ്രസിലെ ഏറ്റവും തീക്ഷ്ണമായി പ്രതികരിച്ചിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തെ ഇവിടുത്തെ ഒരു വിഭാഗം മാധ്യമങ്ങളും ഇവിടുത്തെ സർക്കാരും ചേർന്ന്, ഈ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളും ചേർന്ന് ഏത് രീതിയിലാണ് കഴിവേറ്റിയത്, അതിന്റെ ചരിത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്ന ഈ പറയുന്ന വ്യാജ കള്ള പരാതികൾ കേട്ടോ. അയാൾ തന്നെ സൂചിപ്പിച്ച പോലെ കേരളം ഇതിന്റെ ചതികൾ ഒന്നൊന്നായി തെളിവ് സഹിതം തിരിച്ചറിയും. തീർച്ച. രാഹുൽ മാങ്കൂട്ടം നേരത്തെ ഹാഷ്മിയുമായുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഇത് കേരളം തിരിച്ചറിയും, ഇന്നല്ലെങ്കിൽ നാളെ കേരളം തിരിച്ചറിയും, കേരളം മനസ്സിലാക്കും, രാഹുൽ മാങ്കൂട്ടം ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് കേരളം മനസ്സിലാക്കും. കാരണം നീതി എന്നൊന്നും ഉണ്ടല്ലോ. രാഹുൽ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഞാൻ ഇന്ത്യയിലെ നീതിന്യായ സംവിധാനത്തിനെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ക്രൈമും ഒരു തരത്തിലുള്ള നീതികേടും ഞാൻ ചെയ്തിട്ടില്ല എന്ന് തന്റെ ഇടത്തോടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞിരുന്നു. അതാണ് ഫെനി നൈനാനും ആവർത്തിക്കുന്നത് കേട്ടോ. അയാൾ തന്നെ സൂചിപ്പിച്ച പോലെ കേരളം ഇതിന്റെ ചതികൾ ഒന്നൊന്നായി തെളിവ് സഹിതം തിരിച്ചറിയും. തീർച്ച. ഇന്ന് തള്ളിപ്പറഞ്ഞവർ അന്ന് ദുഃഖിക്കും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഒരു ഒറ്റ കാര്യം കൂടി ഫെനി നൈനാൻ സൂചിപ്പിക്കുന്നു. അതിങ്ങനെയാണ്, ഈ പരാതിക്കാരി എനിക്കെതിരെയും അപവാദ പ്രചാരണം നടത്തിയിരുന്നു. ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ട പരാതിക്കാരി, കോടതി മുറിയിലും പൊതുസമൂഹത്തിലും ഇതിന് കണക്ക് പറയേണ്ടി വരും. ഈ പരാതിക്കാരി, യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് ഈ പരാതിക്കാരി മാത്രമല്ലാന്നേ, എന്തിന് രണ്ടാം പരാതിക്കാരി മാത്രമല്ല, ഒന്നാം പരാതിക്കാരിയും രണ്ടാം പരാതിക്കാരിയും മൂന്നാം പരാതിക്കാരിയും കോടതിക്ക് മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും ഈ സമൂഹത്തിന് മുന്നിലും തല കുനിച്ചു നിന്നുകൊണ്ട് അവർ ഈ ഒരു ചെറുപ്പക്കാരനെ തങ്ങൾ ഏതൊക്കെ രീതിയിലാണ് മോശമായി ചിത്രീകരിച്ച് ശ്രമിച്ചത്, ഇതിന് പിന്നിൽ ആരൊക്കെയാണ് ചരട് വലിച്ചതെന്ന് ആ പരാതിക്കാരികൾക്ക് പറയേണ്ടി വരും. കാരണം ദൈവം അങ്ങനെ ആരെയും അങ്ങനെ കണക്ക് തീർക്കാതെ വെറുതെ വിടില്ല കേട്ടോ. ഈ പറഞ്ഞ കള്ളത്തരത്തിന് നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഈ ലോകത്തിന്റെയും മുന്നിൽ തല കുനിച്ച് നിർത്തുക തന്നെ ചെയ്യുമെന്നാണ്. ഈ പരാതിക്കാരികളെ മുഴുവൻ ലോകത്തിന് മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ, ഈ പറയുന്ന പത്ര ലേഖകർക്ക് മുന്നിൽ, സമൂഹത്തിന് മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ തല കുനിച്ച് നിർത്തുമെന്ന് ഫെനി നൈനാൻ പറയുന്നു. കോടതി കള്ളം തെളിയുമ്പോൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിൽക്കാനാവില്ല. വെയിറ്റ് ആൻഡ് വാച്ച് എന്നാണ് പറയുന്നത്. വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പൊ അതാണ് ഇന്നത്തെ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് ചെയ്ത അവസാനത്തെ ദ്രോഹം. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി ഉണ്ടായപ്പോൾ മിണ്ടുന്നില്ല. രാഹുലിന്റെ പച്ച മാംസം കൊത്തിക്കീറിയവർക്ക് ഇന്ന് മിണ്ടാനില്ല, അല്ലെ? നൂറുകണക്കിന് കമന്റുകളാണ് ഇതിന് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൽ ഒരെണ്ണം ഇങ്ങനെയാണ്, സുലേഖ, അത് ഈ രാഹുലിന് അനുകൂലമായി വരുന്ന കമന്റുകൾ 99% സ്ത്രീകളുടേതാണെന്നേ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സുലേഖ പറയുന്നത് എന്താണെന്നറിയോ? രാഹുലിനെ വേട്ടയാടാൻ വിട്ടുകൊടുത്തത് വിഡ്ഢി സതീശൻ എന്ന കോൺഗ്രസിന്റെ കാലനാണ് എന്നാണ് പറയുന്നത്. കാരണം ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാന്നേ. ജനങ്ങൾക്ക്, സാധാരണ കോൺഗ്രസുകാർക്ക് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആരാണ് പിന്നിൽ, ഈ പറയുന്ന കള്ളപ്പരാതിക്കാരികൾക്ക് പിന്നിൽ ആരാണ് എന്ന് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് സുലേഖ എഴുതിയത്, രാഹുലിനെ വേട്ടയാടാൻ വിട്ടുകൊടുത്തത് വിഡ്ഢി സതീശൻ എന്ന കോൺഗ്രസിന്റെ കാലനാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ ഇപ്പം കോൺഗ്രസിന്റെ കാലൻ ആരാണ് എന്ന് ഇപ്പോൾ ഇതാ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് പിന്നാലെ മാധ്യമങ്ങൾക്കും അതിന് പിന്നിലെ മാധ്യമക്കാർക്കും പങ്കുള്ളൂ എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ മാധ്യമങ്ങൾക്ക് അതിന്റെ പിന്നിലെ പങ്കുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ആർക്കാണ്? വിഡ്ഢി സതീശനാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപമാനിച്ചുകൊണ്ട്, അവഹേളിച്ചുകൊണ്ടാണ് പറയുന്നത്. വിഡ്ഢി സതീശനല്ല, വിഡ്ഢി സതീശനാണ് എന്നാണ് പറയുന്നത്. കണ്ണൂരിന്റെ കരുത്തനായ കോൺഗ്രസിന്റെ അഭിമാനമായ യുവാക്കളുടെ ഹരമായ കെ സുധാകരനെ ഒതുക്കുക എന്നത് ആരുടെ നിർബന്ധമാണ്? ഇതേ വിഡ്ഢി സതീശന്റെ താല്പര്യമല്ലേ? എന്താണത്? സുധാകരൻ വന്നാൽ ഈ സതീശന് മുഖ്യമന്ത്രി കുപ്പായി കിട്ടില്ല എന്ന അവന്റെ കാഞ്ഞ ബുദ്ധി മാത്രമാണ് അതിന്റെ പിന്നിൽ. ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളുമായി ഈ സംഭവത്തെ കൂട്ടിക്കെട്ടുകയാണ് സുലേഖ കേട്ടോ. സുലേഖ പറയുന്നു,
കെ സുധാകരന്റെ കാര്യം, കെ സുധാകരൻ ആര് സീറ്റ് കൊടുത്തില്ല? ഒരേ ഒരാൾ. അല്ലെങ്കിൽ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ പോലെ, സുധാകരേട്ടന് കണ്ണൂർ വേണം, കണ്ണൂർ പിടിച്ചെടുക്കാൻ വേണ്ടി. സുധാകരേട്ടൻ അല്ലാതെ വേറെ ആര് അവിടെ മത്സരിച്ചാലും അത് പിടിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ സുധാകരേട്ടനെ കണ്ണൂരിൽ കൊടുക്കില്ല. ആരുടെ വാശി, ആരുടെ നിർബന്ധം? ഖാർഗെയും രാഹുലും അങ്ങനെ പറഞ്ഞിരുന്നു. അല്ല, വി.ഡി. സതീശന്റെ ഒരൊറ്റ നിർബന്ധം. കാരണം സുധാകരേട്ടൻ വന്നാൽ തന്റെ ഉടായ്പകളൊന്നും നടക്കില്ല, തന്റെ മുഖ്യമന്ത്രി കുപ്പായം വെറുതെയാവും എന്ന തോന്നലിൽ നിന്നാണ് കെ സുധാകരനെ ഈ പറയുന്ന കാഞ്ഞ ബുദ്ധിക്കാരൻ അകറ്റി നിർത്തുന്നത് എന്ന് ഈ സാധാരണ ജനങ്ങളുടെ പ്രതീകമാണ് ഈ പറയുന്ന സുലേഖ കേട്ടോ. അവർ പറയാണ് എന്ന് അവന്റെ കാഞ്ഞ ബുദ്ധി മാത്രമാണ് അതിന് പിന്നിൽ. ലെവൻ വിസ്മയം തീർക്കാൻ വേണ്ടി ഓടുകയാണ് പോലും, പരിഹസിക്കുകയാണ്. ലെവൻ വിസ്മയം തീർക്കാൻ വേണ്ടി ഓടുകയാണ് പോലും. പറവൂരുകാർ തോൽപ്പിക്കുന്നതായിരിക്കും അവന്റെ അടുത്ത വിസ്മയം എന്നാ പറയുന്നത്. അടുത്ത വിസ്മയം സതീശനെ പറവൂർക്കാർ തന്നെ തോൽപ്പിക്കുമെന്നാണ് ഈ പോസ്റ്റുകാരി പറയുന്നത്. ലെവൻ വിസ്മയം തീർക്കാൻ വേണ്ടി ഓടുകയാണ് പോലും, പറവൂരുകാർ തോൽപ്പിക്കുന്നതായിരിക്കും അവന്റെ അടുത്ത വിസ്മയം. വനവാസവും പറഞ്ഞിട്ടുണ്ടല്ലോ, വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ UDF തോൽക്കുകയാണെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ രാഷ്ട്രീയ വനവാസം ആരംഭിക്കാൻ പോകുകയാണ് എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. പാലക്കാട് പിഷാരടി 8 നിലയിൽ പൊട്ടുമെന്നത് ഉറപ്പാണ്. വി.ഡി. സതീശന്റെ അടുത്ത വിസ്മയം അതായിരിക്കും, അതും നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ടാണ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് കേട്ടോ. അതേതാണ്ട് എല്ലാവർക്കും ഉറപ്പായ കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത് പോലും എത്താത്ത രമേശ് പിഷാരടി അല്ലെ? രമേശ് പിഷാരടി നല്ല നടനാണ്, നല്ല സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് അല്ലെ? എല്ലാം നമ്മൾ സമ്മതിക്കാം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് പകരം നിൽക്കാൻ രമേശ് പിഷാരടിക്ക് കഴിയുമോ? കാത്തിരുന്ന് കാണാം. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇവിടെ ശോഭാ സുരേന്ദ്രൻ മിന്നുന്ന വിജയം പാലക്കാട് നേടാൻ വേണ്ടി പോവുകയാണ്. കാരണം കോൺഗ്രസ് ഒരു സീറ്റ് BJPക്ക് വിട്ടുകൊടുക്കുകയാണ്. BJP ജയിച്ചാലും തിരക്കടില്ല, രാഹുൽ മാങ്കുട്ടം അങ്ങനെ അവരങ്ങനെ വരണ്ട എന്ന് തീരുമാനിക്കുന്ന ആരാ? സതീശൻ അല്ലേ? എടോ, നിങ്ങളെല്ലാം കൂടിയും എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? ഇതൊന്നും പറയുന്നത് ഞാനല്ല കേട്ടോ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ അണികളാണ് പറയുന്നത്. നിങ്ങളുടെ അണികൾ പറയുകയാണ്. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ കോട്ടുകൾ, അവരുടെ പോസ്റ്റുകൾ വായിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വീണ്ടും ഒരുപാട് ബിസി ജോസഫ് പറയുന്നു, രാഹുലിന്റെ സ്വപ്നങ്ങൾ തകർത്തു, അയാളുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ നശിപ്പിച്ചു. സത്യത്തിൽ പാർട്ടി ഇത്രയധികം നന്മ കാണിച്ച് മാതൃക ആവേണ്ടതുണ്ടോ എന്നാ ചോദിക്കുന്നത്. എന്തൊരു നന്മമരമായിരുന്നു സതീശനല്ലേ? ഒരു പരാതി കൊണ്ട് വരുമ്പോഴത്തേക്ക് ആ പരാതി ജെന്യൂൻ പരാതിയാണോ കള്ളപ്പരാതിയാണോ എന്നൊന്നും നോക്കാതെ പരാതി എന്നാ പിന്നെ പുറത്ത് കിടക്കട്ടെ. കാരണം ഇവരൊക്കെ നേരത്തെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെ ഈ ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ ഭാവി എങ്ങനെ നശിപ്പിക്കാമെന്ന്. ഇവിടുത്തെ CPM-കാരെക്കാൾ കുടില തന്ത്രങ്ങൾ മെനഞ്ഞത് ഇവിടുത്തെ കോൺഗ്രസിലെ നേതാക്കൾ തന്നെയായിരുന്നു കേട്ടോ. നന്മമരം ഞങ്ങള് ഈ പറയുന്ന സ്ത്രീ പീഡകന്മാരെ മുഴുവൻ മാറ്റി നിർത്തുകയാണ്. ഇപ്പൊ എന്തായി എന്നിട്ട് ഏറ്റവും വലിയ സ്ത്രീ പീഡകരാണ് അവിടെ മത്സരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മരുമകൻ മുതൽ ഗണേഷ് കുമാർ മുതൽ അത്തരത്തിൽപ്പെട്ട സ്ത്രീ പീഡകന്മാർ മുഴുവൻ അങ്ങേ തലയിൽ മത്സരിക്കുന്നു. ഒന്നും ചെയ്യാത്ത ഒരു കേസിലും പ്രതിയല്ല, ഇവൻ നിരപരാധിയാണ് എന്ന് ഹൈക്കോടതി മുതൽ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്തു നിർത്തിയിരിക്കുന്നു അല്ലെ? എത്ര കാലം നിങ്ങൾക്ക് നിയമത്തിന്റെ കണ്ണ് മൂട്ടിക്കെട്ടിക്കൊണ്ട് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ ബലി കൊടുക്കാൻ പറ്റും അല്ലേ? ഒരുപാട് എന്താ പറയാ, ഒരുപാട് പോസ്റ്റുകൾ ഇതിന് ശേഷമുണ്ട്. ഞാൻ ഈ വീഡിയോ ദൈർഘ്യമേറുന്നത് കൊണ്ട് മാത്രം ഇവിടെ നിർത്തുകയാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.